നമസ്കാരം ഗൈസ്, വെൽക്കം ടു മാഡ് വൈബ്സ് നോ ചാനൽ. നമ്മുടെ സായിയും സിജുവും കൂടി ഇരുന്നിട്ടുള്ള ഒരു ഡിസ്കഷൻ ഉണ്ട് അബൌട്ട് ബിഗ് ബോസ് എന്ന് പറയുന്നത് ലോകത്തിലേക്കും വെച്ചിട്ട് ഏറ്റവും വലിയൊരു റിയാലിറ്റി പ്ലാറ്റ്ഫോമാണ്, റിയാലിറ്റി ഷോ ആണ്. ഓക്കെ, അപ്പം ബിഗ് ബോസിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സിഗ്നേച്ചർ ലൈക്ക് ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിൽ നമ്മുടെ മരണം വരെയും അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യത്തെ വരെ തുടരാനായിട്ട് ഉള്ള കഴിവുണ്ട്. അത്രയും വലിയൊരു ഹ്യൂജ് ഷോ ആണ് ഇത്. ഇപ്പം നമ്മുടെ മക്കളൊക്കെ ഇങ്ങനെ പറയും, എൻ്റെ അച്ഛൻ ഇങ്ങനെ കണ്ടസ്റ്റൻ്റ് ആയിരുന്നു എന്നുള്ള രീതിയിൽ ഭയങ്കര ഹ്യൂജ് ഇതാണ്. അപ്പോൾ അവിടെ എങ്ങനെ കളിക്കണം, ഏത് രീതിയിൽ നിൽക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ദേ ആർ ടോക്കിംഗ് അബൌട്ട് ജാസ്മിൻ ആൻഡ് ഗബ്രി. സായി പറയുന്നുണ്ട് അവർ എനിക്ക് പിള്ളേരാണ്. യെസ്, എന്നെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ ജസ്റ്റ് 25-20 ആ ഒരു ഏജ്, 21 ഏജ് എന്നൊക്കെ പറയുമ്പോൾ ചെറിയ പിള്ളേരാണ്. അപ്പോൾ പിള്ളേരുടേതായ ചില ചോരപ്പെരുപ്പ്, ഇതൊക്കെ നമ്മൾ പറയില്ല, അതേപോലത്തെ ഒരു സംഭവമാണ്. പക്ഷേ അവർ കാട്ടിക്കൂട്ടിയ സംഭവങ്ങൾ ഭയങ്കരമായിട്ടുള്ള ഇമ്പാക്റ്റ് പുറത്തുണ്ടാക്കിയിട്ടുണ്ടാവും. കാരണം അവർ രണ്ടുപേരും ചെയ്തതും കളിച്ചതും ഒന്നും ശരിയല്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ റസ്മിൻ കണ്ടസ്റ്റൻ്റ് പുറത്തതിന് ശേഷം കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, ജാസ്മിൻ ചെയ്തത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റാണ്. അതേപോലെ അവർ ഫ്രണ്ട്സ് ആണെന്നുള്ള രീതിയിൽ തോന്നിയിട്ടുണ്ടെങ്കിലും ചില സിറ്റുവേഷനിൽ റസ്മിന് അത് റോങ് ആയിട്ട് തോന്നുകയും ആഫ്റ്റർ ദാറ്റ് അത് പ്രീ പ്ലാൻഡ് ആയിട്ട് ഉള്ളൊരു സിറ്റുവേഷനാണെന്ന് പറയുകയൊക്കെ ചെയ്തെന്ന്. ഇനിയിപ്പം പുറത്തിറങ്ങിയിട്ട് ഇവർ രണ്ടുപേരും ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ മേ ബി റിയൽ ആണെങ്കിലും അല്ലെങ്കിലും ഇതെല്ലാം എൻ്റെ സ്ട്രാറ്റജി ആയിരുന്നു, ഞങ്ങളുടെ പ്രീ പ്ലാൻഡ് ആയിട്ടാണ് ഈ നാടകം ഇവിടം വരെ കൊണ്ടെത്തിച്ചത് എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ നമ്മൾ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം നത്തിങ്, എക്സ്പെഷ്യലി യൂട്യൂബേഴ്സ് റിവ്യൂ ചെയ്യുന്നവർക്ക് സീസൺ 6 നടന്ന കണ്ടസ്റ്റൻസിൻ്റെ 2 സംഭവങ്ങൾ കണ്ടന്റ് റിവ്യൂ ചെയ്തു, അത്രയേ ഉള്ളൂ. ഇതിനെ പറ്റി കമൻറ്റ് ഇട്ടുകൊണ്ടിരുന്ന പ്രേക്ഷകർക്കും ഇവരെ പറ്റി സംസാരിച്ചുകൊണ്ടിരുന്ന പ്രേക്ഷകർക്കും ആണോ ഓക്കെ ഫൈൻ എന്നുള്ള രീതിയിലായിരുന്നു ആണ്. പിന്നെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ഒരു പക്ഷേ ജാസ്മിൻ്റെ പാരൻസ് അക്സെപ്റ്റ് ചെയ്യുമായിരിക്കും, ജാഫർ അങ്കിളും അമ്മയും ഒക്കെ അക്സെപ്റ്റ് ചെയ്യുമായിരിക്കും. അദ്ദേഹത്തിന് പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നിട്ടാണ് സായിയുടെ അടുത്ത് വോയിസ് ദൂതായിട്ട് അയച്ചത്. സായിയുടെ സ്വന്തം മമ്മൂട്ടി കൊണ്ടാണ് തലക്കി അടിച്ചത്. അഫ്സൽ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് പുള്ളി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഇനി പുറത്തിറങ്ങുമ്പോൾ സ്റ്റോറിയാണ്, ഗെയിമാണെന്ന് പറയുന്നുള്ളത്. സപ്പോസ് ഇതെല്ലാം ഒരു ആക്ട് ആയിരുന്നെങ്കിൽ, ഡ്രാമ ആയിരുന്നെങ്കിൽ, ഇതൊരു ഗെയിം പ്രീ പ്ലാൻ സ്ട്രാറ്റജി ആയിരുന്നെങ്കിൽ ഇനി വരുന്ന BB7 വരുന്ന കണ്ടസ്റ്റൻസും മറ്റാളുകളും ഇങ്ങനത്തെ ഒരു പ്രീ പ്ലാൻഡ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ആക്ട് ചെയ്യാതിരിക്കുക. കാരണം ഇവർ പ്ലാൻഡാന്ന് പറഞ്ഞ് ചെയ്തത് ഇറ്റ്സ് എ മെസ്, ബിഗ് മെസ്. കാരണം ലൈഫ് വെച്ചിട്ടാണ് കളിച്ചത്. ഇതിനകത്ത് രജിസാർ പറഞ്ഞൊരു സംഭവമുണ്ട്, BB ഇന്ന് നെഗറ്റീവായിട്ട് ഇറങ്ങിയാൽ ആ ഒരു നെഗറ്റിവിറ്റി ജീവിതകാലം മുഴുവനും, പോസിറ്റീവായിട്ട് ഇറങ്ങിയാലും ജീവിതകാലം മുഴുവനും പോകുന്നില്ല. ഇപ്പം ഇതിനകത്തെ കണ്ടസ്റ്റൻസിൻ്റെ ഒക്കെ കാര്യം പറയുന്നത് ഭയങ്കര അപ്പും മെസ്സും ഭയങ്കര ഹൈപ്പായിട്ട് പോകുന്ന രീതിയിലൊന്നുമില്ല. കപ്പ് എടുക്കുന്ന ആൾ ഒരു 6 മാസം കുറച്ച് ടൈം പോകുന്നുള്ളൂ. അടുത്ത സീസൺ വരുമ്പോൾ ബാക്ക് സീസണിലേക്കുള്ള ആൾക്കാർ ഇങ്ങനെ ഡിമ്മായി പോവാണ്. സോ വലിയൊരു പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരു 6 മാസത്തെ അല്ലെങ്കിൽ ഒരു 100 ഡേയ്സ് നിൽക്കുന്ന, അല്ലെങ്കിൽ എത്ര ഡേയ്സ് അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നു, പ്ലസ് പുറത്തിറങ്ങിയതിന് ശേഷമുള്ള ഒരു 6 മാസം എന്നുള്ള രീതിയിൽ കിട്ടുന്ന ഒരു ഹൈപ്പേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അടുത്ത ആളിലേക്ക് പോവുകയാണ്. അപ്പോൾ നെഗറ്റിവിറ്റി ആണെങ്കിലും ഇപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇതിപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ കാര്യം തന്നെ ഇപ്പോഴും ഞാൻ സംസാരിക്കും. ഇനിയിപ്പോൾ ഞാൻ 8th സീസൺ 9th സീസൺ 10th സീസൺ ഇപ്പോൾ അൾട്ടിമേറ്റ് ആണെങ്കിൽ പോലും ഞാൻ റിവ്യൂ ചെയ്യുമ്പോൾ ഈ ഒരു ടോക്കിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. കാരണം അതൊരു സീൽ ചെയ്ത് തരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമ്മളെ എഡിറ്റ് ചെയ്തിട്ട് ഏത് രീതിയിൽ പുറത്ത് പോർട്രേറ്റ് ചെയ്യണം എന്നുള്ളത് ബിഗ് ബോസ് ക്രിയേറ്റീവ് മേക്കേഴ്സാണ് തീരുമാനിക്കുന്നത്. സോ ദേ ആർ ദ അവരാണ് അവരുടെ കയ്യിലാണ് കാര്യങ്ങളുള്ളത്. അപ്പോൾ നെഗറ്റീവായിട്ടാണ് കാണിക്കുന്നതെങ്കിൽ നെഗറ്റീവായിട്ട് തന്നെ പ്രേക്ഷകരിലേക്ക് വരികയുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. സോ ബിഗ് ബോസ് എന്ന് പറയുന്നത് വളരെ വലിയൊരു പ്ലാറ്റ്ഫോമാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന ഒരു സിഗ്നേച്ചർ, വെദർ ഇറ്റ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്, ലൈഫിലും നമ്മുടെ കൂടെ ഉണ്ടാവും. പക്ഷെ ഭയങ്കര ഒരു ഹൈപ്പ്, ഭയങ്കര സംഭവമായിട്ടൊന്നും ഇതുവരെ സീസൺ 6 വരെ എത്തിയെങ്കിലും ആരും അത്ര വലിയ ഹൈപ്പായിട്ടൊന്നുള്ള രീതിയിൽ പോയിട്ടൊന്നുമില്ല. ഇപ്പോൾ കണ്ടസ്റ്റൻ്റായ കഴിഞ്ഞ സീസണിലെ ദിൽഷയുടെ മൂവീസും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ദേ ആർ നോർമൽ. ചിലവരൊന്നും എക്സിസ്റ്റിംഗ് ആണോ എന്ന് പോലും അറിയത്തില്ല. അപ്പം സായിയും സിജുവും പറഞ്ഞ കാര്യങ്ങൾ, അതുപോലെ ഇവർ കാണിച്ചു കൂട്ടിയ പൊട്ടത്തരങ്ങൾ, ഗബ്രിയും ജാസ്മിനും ഇല്ല അവർ കാണിച്ചത് തെറ്റായി പോയെന്നും അത് റസ്മിൻ അടക്കം പറയുന്നുണ്ട്. ആൻഡ് വേറൊരു കാര്യം, ഇവർ കാണിച്ചത് പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഡ്രാമയാണ് ഇവരുടെ സ്ട്രാറ്റജി ആയിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു പൊട്ടത്തരം കാണിച്ച 2 വ്യക്തികൾ വേറെ ഉണ്ടാവില്ല എന്ന് ഞാൻ പറയും. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം.